പയ്യന്നൂർ മുനിസിഫ് കോടതിയിലെ ജൂനിയർ സൂപ്രണ്ട് രാഷ്ട്രീയ വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പരാതി. ജൂനിയർ സൂപ്രണ്ട് നാരായണൻ മണിയേരിയാണ് വിദ്വേഷ പ്രസംഗം നടത്തിയത്. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ പരിപാടിയിലായിരുന്നു പരാമർശം. വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, ഏത് തരത്തിലുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട പരാതിയും മറ്റു വിശദാംശങ്ങളും. ഡേക്ക് അന്നാണ് ബാർ അസോസിയേഷൻ കൗൺസിലിന്റെ ഒരു യോഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ജൂനിയർ സൂപ്രണ്ട് കൂടിയാണ് നാരായണൻ മണിയേരി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതായത് പാർലമെന്റ് ഉദ്ഘാടനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ക്ഷണിച്ചില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. അതായത് ദളിതയായിട്ടുള്ള ഒരു രാഷ്ട്രപതിയാണ്, അവരെ ക്ഷണിക്കാത്തത് വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഉണ്ടാകുന്നത് എന്നുള്ള രാഷ്ട്രീയ പരാമർശമാണ് ഇത്തരത്തിൽ ഒരാൾ നടത്തിയത്. അതായത് ഒരു ജൂനിയർ സൂപ്രണ്ടാണെന്ന് ഓർക്കണം, മുനിസിപ്പൽ കോർട്ടിലെ ജൂനിയർ സൂപ്രണ്ടാണ്. സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുന്നത്. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പരാമർശം ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. പക്ഷേ അതെല്ലാം ലംഘിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല അതുപോലെ തന്നെ വിദ്വേഷജനകമായി മണിപ്പൂരിനെ അടക്കം പരാമർശിച്ചുകൊണ്ടാണ് ഇയാൾ പ്രസംഗം നടത്തിയത്. അതായത് മണിപ്പൂർ കത്തി നിൽക്കുകയാണ്, നിരവധി പേർ അനാഥരാണ്, നിരവധി പേർ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള വിദ്വേഷജനകമായിട്ടുള്ള പ്രസംഗം അടക്കം ഇയാൾ ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ഒരു നിയമ സംഹിതയുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. ഒരു കോടതിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ജൂനിയർ സൂപ്രണ്ടായിട്ടുള്ള ഒരാളാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തി എന്നുള്ളത് വലിയ ഗൗരവതരമായ കാര്യമാണ്. ഈ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി പ്രേംരാജ് ആണ് പരാതി നൽകിയിട്ടുള്ളത്. ജില്ലാ ജഡ്ജിക്കാണ് പരാതി നൽകിയത്. അതായത് രാഷ്ട്രീയപരമായും വിദ്വേഷജനകമായിട്ടും പരാമർശം നടത്തിയെന്നും ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ഒരു കംപ്ലൈന്റ് ആണ് ഈ ജില്ലാ ജഡ്ജിക്ക് നൽകിയിരിക്കുന്നത്. എന്തിനാൽ തന്നെയും ഇത്തരത്തിലുള്ള ഒരു പരാമർശം കേന്ദ്ര സർക്കാരിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുവാൻ ഇത്തരത്തിലുള്ള ഒരു വേദി തെരഞ്ഞെടുക്കുക, അതായത് റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് തന്നെ തെരഞ്ഞെടുക്കുക, ഒരു അഭിഭാഷകന്മാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് അത്രയും അഭിഭാഷകരെ മുൻപിൽ വെച്ച് ഇത്തരത്തിൽ രാഷ്ട്രപതിയെ അടക്കം അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ അടക്കം അപമാനിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുക. മണിപ്പൂർ വിഷയം ഇപ്പോൾ നമുക്കറിയാം ഏകദേശം കെട്ടടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് മണിപ്പൂർ വിഷയവും എടുത്തിട്ടുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള വിദ്വേഷജനകമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തുന്നത്. അതായത് മണിപ്പൂർ കത്തി നിൽക്കുകയാണ്, നിരവധി പേർ അവിടെ അനാഥരായി, നിരവധി പേർ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു പരാമർശം നിയമ വാഴ്ച നടത്തുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ സൂപ്രണ്ട് പറയുന്നത്. യെസ്, കണ്ണൂരിൽ നിന്നും അർജുനാണ് വിശദാംശങ്ങൾ നൽകിയത്.